വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഇസ്രായേലിലെ ഓരോരുത്തനും അവനവന്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു. അവരുടെ പേരുകൾ ഇവയാണ്: രൂബൻ, ശിമെയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൻ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ 70 പേരായിരുന്നു. ജോസഫ് ആകട്ടെ ഈജിപ്തിലായിരുന്നു. ജോസഫും അവന്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. ഇസ്രായേലർ പെറ്റുപെരുകി. അവർ വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നു വന്നു. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു: ഇതാ, ഇസ്രായേല്യ ജനം നമ്മേക്കാൾ വലുതും പ്രബലവുമാണ്. വരൂ, അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും രാജ്യത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം. തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവന്റെ മേൽ നിയമിച്ചു. അങ്ങനെ അവൻ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേല്യർ നിമിത്തം അവർ പരിഭ്രാന്തരായി. ഈജിപ്തുകാർ ഇസ്രായേല്യരെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി. അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമവേലയും കാഠിന്യമുള്ളതായിരുന്നു. ഈജിപ്ത് രാജാവ് ഹെബ്രായ സൂതി കർമ്മിണികളോട് സംസാരിച്ചു. അതിലൊരുവളുടെ പേർ ഷിഫ്ര, രണ്ടാമത്തവളുടെ പേർ പൂവ. അവൻ പറഞ്ഞു: നിങ്ങൾ ഹെബ്രായ സ്ത്രീകളുടെ പ്രസവമെടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം. പുത്രനാണെങ്കിൽ അവനെ വധിക്കണം, പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ ഈജിപ്ത് രാജാവ് സൂതി കർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു: നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? സൂതി കർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു: ഈജിപ്തുകാരികളെ പോലെയല്ല ഹെബ്രായ സ്ത്രീകൾ. അവർ ഓജസ്സുറ്റവരാകിയാൽ സൂതി കർമ്മിണി അവരുടെ പക്കൽ എത്തും മുൻപേ പ്രസവിച്ചിരിക്കും. ദൈവം സൂതി കർമ്മിണികൾക്ക് നന്മ വരുത്തി. ജനം പെരുകി, അവർ ഏറെ ശക്തരായി. സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് അവിടുന്ന് അവർക്കായി കുടുംബങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഫറവോ തന്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു: ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിയുവിൻ, ഓരോ പുത്രിയും ജീവിച്ചു കൊള്ളട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം. ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ 3 മാസം ഒളിപ്പിച്ചു. അവനെ ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതെ ആയപ്പോൾ അവൾ അവനായി ഒരു പപ്പീരസ് പെട്ടകമെടുത്ത് കളിമണ്ണും താരും പൂശി അതിൽ ശിശുവിനെ കിടത്തി. നൈൽ തീരത്ത് ഞാങ്ങടക്കിടയിൽ വെച്ചു. അവനോട് എന്തു ചെയ്യുമെന്ന് അറിയാനായി അവന്റെ സഹോദരി അകലെയായി നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി. അവളുടെ ഭൃത്യകൾ നദീതീരത്ത് നടക്കുകയായിരുന്നു. അവൾ ഞാങ്ങണക്കിടയിൽ ആ പെട്ടകം കണ്ടു. തന്റെ ഒരു ദാസിയെ അയച്ച് അവൾ അതെടുത്തു. അവൾ അത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു. അതാ, കുട്ടി കരയുകയായിരുന്നു. അവന്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു:
ഇവൻ ഹെബ്രായ ശിശുക്കളിൽപ്പെട്ടവനാണ്. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരുവളെ വിളിക്കട്ടെയോ? അവൾ നിനക്ക് വേണ്ടി ശിശുവിനെ മുലയൂട്ടും. പോവുക, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു. ആ പെൺകുട്ടി പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക, ഞാൻ നിന്റെ ശമ്പളം തന്നുകൊള്ളാം. ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുവന്നു. അവൻ അവൾക്ക് പുത്രനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. മോശ വളർച്ചയെത്തിയ ആ ദിനങ്ങളിൽ തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി. സ്വന്തം സഹോദരരിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു. അവൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. 2-ാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഹെബ്രായരായ 2 ആളുകൾ ശണ്ട കൂടുന്നു. അക്രമിയോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ അയൽക്കാരനെ പ്രഹരിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മോശ ഭയപ്പെട്ടു. അവൻ ആത്മഗതം ചെയ്തു, അക്കാര്യം പരസ്യമായിരിക്കുന്നു, തീർച്ച. ഫറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ മുൻപിൽ നിന്ന് ഒളിച്ചോടി മിദിയാൻ ദേശത്ത് വസിച്ചു. അവൻ കിണറ്റിൻ കരയിൽ ഇരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായിച്ചു. എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാവായ റെവുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ വരാൻ ഇടയായതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു. അവൻ തന്റെ പുത്രിമാരോട് ചോദിച്ചു, എന്നിട്ട് അയാൾ എവിടെ? ഇതെന്താ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോന്നത്? ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു. അവൻ തന്റെ മകൾ സിപ്പോരായെ മോശയ്ക്ക് നൽകി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അന്യനാട്ടിൽ പ്രവാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർശോം എന്ന് പേരിട്ടു. ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്ത് രാജാവ് മരിച്ചു. അടിമത്തം മൂലം ഇസ്രായേല്യർ നെടുവീർപ്പിട്ടു. അവർ നിലവിളിച്ചു. അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിങ്കിലേക്ക് ഉയർന്നു. ദൈവം അവരുടെ ദീനരോദനം ശ്രവിച്ചു. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തന്റെ ഉടമ്പടി ദൈവം ഓർത്തു. ദൈവം ഇസ്രായേല്യരെ കടാക്ഷിച്ചു. അവരുടെ ദൈന്യം അറിയുകയും ചെയ്തു. 38-ാം സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ രോഷത്തിൽ എന്നെ ശകാരിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുതേ. എന്തെന്നാൽ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞിറങ്ങിയിരിക്കുന്നു. അങ്ങയുടെ കൈ എൻ്റെ മേൽ ആഞ്ഞു പതിച്ചിരിക്കുന്നു. അങ്ങയുടെ അമർഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വൈര്യമില്ല. എൻ്റെ പാപം മൂലം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്തെന്നാൽ എൻ്റെ അപരാധങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ എത്തിയിരിക്കുന്നു. ഭാരമേറിയ ചുമട് പോലെ അവ എനിക്ക് ദുർവഹമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ മുറിവുകൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞ് തീരെ നിലം പറ്റി. ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിഞ്ഞു കൂടുന്നു. എന്തെന്നാൽ എൻ്റെ അരക്കെട്ട് ജ്വരപൂരിതമായിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ സ്വൈരമില്ല. ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ അലമുറയിടുന്നു. നാഥ, എൻ്റെ അഭിലാഷം മുഴുവൻ അങ്ങയുടെ മുൻപിലുണ്ടല്ലോ. എൻ്റെ തേങ്ങൽ അങ്ങിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു.
എൻ്റെ ശക്തി എന്നെ വിട്ടുപോകുന്നു. എൻ്റെ കണ്ണുകളുടെ പ്രകാശം അതുപോലും എന്നോടൊപ്പമില്ല. എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും എൻ്റെ വ്യാധിക്ക് മുൻപിൽ അകന്നു നിൽക്കുന്നു. എൻ്റെ ഉറ്റവർ ദൂരെ മാറി നിൽക്കുന്നു. എൻ്റെ ജീവൻ വേട്ടയാടുന്നവർ കെണിയൊരുക്കുന്നു. എൻ്റെ തിന്മ കാംക്ഷിക്കുന്നവർ വിനാശകാര്യങ്ങൾ സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നിനയ്ക്കുന്നു. എന്നാൽ ഞാൻ കേൾക്കാത്ത ബധിരനെ പോലെയും വായ് തുറക്കാത്ത മൂകനെ പോലെയുമാണ്. കേൾക്കാത്തവനും അധരത്തിൽ വാദങ്ങളില്ലാത്തവനുമായ ഒരുവനെ പോലെയാണ് ഞാൻ. കർത്താവേ, തീർച്ചയായും അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ നാഥ, അങ്ങാണ് ഉത്തരമരുളുന്നത്. അവർ എന്നെ പ്രതി സന്തോഷിക്കാതിരിക്കാനാണല്ലോ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ കാൽ വഴുതുമ്പോഴാണ് അവർ എൻ്റെ മേൽ ശക്തരാകുന്നത്. എന്തെന്നാൽ ഞാൻ വീഴാറായിരിക്കുന്നു. എൻ്റെ മുറിവ് സദാ എൻ്റെ മുൻപിലുണ്ട്. തീർച്ചയായും ഞാൻ എൻ്റെ അപരാധം പ്രഖ്യാപിക്കുന്നു. എൻ്റെ പാപം മൂലം ഞാൻ കലുഷിതനാണ്. എൻ്റെ ശത്രുക്കൾ ജീവസുറ്റവരാണ്, ശക്തരാണ്. കാപട്യക്കാരായ എൻ്റെ വിദ്വേഷകർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിൻചെല്ലുന്നതിന് പകരമായി നന്മയ്ക്ക് പകരം തിന്മ സമ്മാനിക്കുന്നവർ എന്നോട് എതിരിടുന്നു. കർത്താവെ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷയായ നാഥ, എൻ്റെ സഹായത്തിന് തിടുക്കം കൂട്ടണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. അതുപോലെ 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്. ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്. ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. അവന്റെ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വച്ചു. ഇതാ നിന്റേത്, എടുത്തുകൊള്ളുക. അവന്റെ യജമാനൻ അവനോട് പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അതിനാൽ എന്റെ പണം നീ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.